ഇനി റേഷൻ കാർഡിനായി കാത്തിരിക്കേണ്ട. അപേക്ഷകർക്ക് സ്വയം പ്രിന്റ് ചെയ്തെടുക്കാൻ കഴിയുന്ന ഇലക്ട്രോണിക് റേഷൻ കാർഡ് അഥവാ ഇ റേഷൻ കാർഡ് വരുന്നു. ഓൺലൈനായുള്ള അപേക്ഷകൾ താലൂക്ക് സപ്ലൈ ഓഫീസർ അപ്രൂവ് ചെയ്യുന്നതോടെ PDF രൂപത്തിലുള്ള റേഷൻ കാർഡ് അക്ഷയ ലോഗിനിലൂടെയോ അപേക്ഷകരുടെ സിറ്റിസൺ ലോഗിനിലൂടെയോ ലഭിക്കും. PDF ഡോക്യുമെന്റ് തുറക്കുന്നതിനുള്ള പാസ്വേഡ് റേഷൻ കാർഡുമായി ലിങ്ക് ചെയ്ത മൊബൈൽ ഫോൺ നമ്പറിലേക്കായിരിക്കും ലഭിക്കുക. ഇത് ആധാർ മാതൃകയിൽ പ്രിന്റ് എടുത്തും ഉപയോഗിക്കാം. നാഷണൽ ഇൻഫോർമാറ്റിക്സ് സെന്ററാണ് സാങ്കേതിക സൗകര്യങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. ഇലക്ട്രോണിക് റേഷൻ കാർഡിനായി അക്ഷയ ലോഗിനിലൂടെയോ സിറ്റിസൺ ലോഗിനിലൂടെയോ ഓൺലൈനായി അപേക്ഷിക്കാം. ഈ ട്രഷറി സംവിധാനത്തിലൂടെ അപേക്ഷാ ഫീസ് അടയ്ക്കാനുള്ള സൗകര്യവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ റേഷൻ കാർഡ് അഥവാ ഇലക്ട്രോണിക് റേഷൻ കാർഡ് നമ്മുടെ സംസ്ഥാനത്ത് വിതരണം ചെയ്യുന്നതിൻ്റെ ഉദ്ഘാടനം നടന്ന വിവരം എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകും. നാഷണൽ ഇൻഫോർമാറ്റിക്സ് സെൻറ്ററിൻ്റെ സാങ്കേതിക സഹായത്തോടു കൂടിയിട്ട് ആദ്യഘട്ടത്തിൽ തിരുവനന്തപുരം ജില്ലയിലാണ് ഇതിൻ്റെ ഒരു ഉദ്ഘാടനം എന്നുള്ള നിലക്ക് വിതരണം തുടങ്ങിയിട്ടുള്ളത്. ഇനി നമ്മുടെ സാധാരണ ബുക്ക് രൂപത്തിലുള്ള റേഷൻ കാർഡ് ഇല്ലാതെയാകുകയാണ്. നമുക്ക് ആധാർ കാർഡ്, പാൻ കാർഡ് രൂപത്തിലുള്ള റേഷൻ കാർഡ് നിലവിൽ വരികയാണ്. ഈ കാർഡ് കൈകാര്യം ചെയ്യാൻ വളരെയധികം സുഖകരമായിരിക്കും. ഫോട്ടോ പതിച്ച ഒരു തിരിച്ചറിയൽ കാർഡായിട്ട് ഈ ഒരു റേഷൻ കാർഡ് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇതിൻ്റെ വിതരണോദ്ഘാടനം 2021 ഫെബ്രുവരി 12 മുഖ്യമന്ത്രി നിർവഹിക്കുകയുണ്ടായി. അപ്പം അത് സംബന്ധമായിട്ട് സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെൻറ്റ് പുറത്തിറക്കിയിട്ടുള്ള വീഡിയോ ആണ് നിങ്ങൾ ആദ്യം കണ്ടത്. അപ്പോൾ ഈ ഒരു വിവരങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുക എന്നുള്ളത് മാത്രമാണ് ഈ വീഡിയോയിൽ. ഇതിനെക്കുറിച്ച് നമ്മൾ മുൻപ് പറഞ്ഞതാണ് എങ്കിലും ഈ ഒരു വീഡിയോ നിങ്ങളുമായി ഒന്ന് ഷെയർ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഈ ഒരു വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. ആ ഒരു വീഡിയോ കണ്ടപ്പോൾ ഏത് രൂപത്തിലാണ്, എങ്ങനെയാണ് നമുക്ക് ഈ റേഷൻ കാർഡ് കൈപ്പറ്റാൻ കഴിയുക എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ വരും മാസങ്ങളിൽ നിങ്ങളുടെ താലൂക്കിലും ഈ ഒരു അവസരം നിങ്ങൾക്ക് എത്തുക തന്നെ ചെയ്യും. നിങ്ങൾക്കും പെട്ടെന്ന് തന്നെ ലഭിക്കുന്ന ഈ റേഷൻ കാർഡ് നിലവിൽ വരും എന്നുള്ളത് ഓർമ്മിപ്പിക്കുന്നു. പുതിയ റേഷൻ കാർഡ്, റേഷൻ സംബന്ധമായ മറ്റ് അപേക്ഷകൾക്കും ഇപ്പോൾ പൂർണ്ണമായും ഓൺലൈനിൽ അപേക്ഷിക്കാൻ കഴിയും. അപേക്ഷാ ഫീസും ഈ ട്രഷറി മുഖാന്തരം ഓൺലൈനായിട്ട് അടക്കാം. അക്ഷയ കേന്ദ്രങ്ങളിലൂടെയോ സ്വയം സിറ്റിസൺ ലോഗിൻ വഴിയോ സമർപ്പിക്കുന്ന അപേക്ഷ ബന്ധപ്പെട്ട STO അല്ലെങ്കിൽ CRO അപ്രൂവ് ചെയ്യുന്നതോട് കൂടിയിട്ട് ഈ റേഷൻ കാർഡ് അപേക്ഷകൻ്റെ ലോഗിൻ പേജിലെത്തും. അപേക്ഷകൻ്റെ മൊബൈൽ ഫോണിലേക്ക് മാത്രം വരുന്ന രഹസ്യ പാസ്വേഡ് ഉപയോഗിച്ച് ഈ റേഷൻ കാർഡ് പ്രിൻ്റ് ചെയ്തെടുക്കാം. റേഷൻ കാർഡ് അപേക്ഷ നൽകാനോ കാർഡ് വാങ്ങാനോ ഇനി സപ്ലൈ ഓഫീസിൽ പോകേണ്ടതില്ല. അപ്പോൾ ഇത്രയാണ് ഈ റേഷൻ കാർഡ് വരുന്നതുകൊണ്ടുള്ള നേട്ടങ്ങൾ. പറഞ്ഞ കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് മനസ്സിലാക്കാമെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവായ വീഡിയോകളും റേഷൻ അപ്ഡേറ്റുകളും ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഇതുവരേക്കും ബൈ.